ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻ്റെ 46ാമത്തെ സെഷനാണ്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മുടെ വർക്കിംഗ് കണ്ടീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആക്റ്റുകളിൽ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് കണ്ടിരുന്നു, ESI ആക്ട് കണ്ടിരുന്നു. എന്താണ് ESI ആക്ട് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ കൊടുത്തു. ഇനി നമ്മളുടെ ഈ ഒരു സെഷനിൽ ESIയുടെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആക്റ്റുകളാണ്. ഓക്കെ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നമുക്ക് ESIയുടെ കവറേജ്, അതിൻ്റെ അപ്ലിക്കബിലിറ്റി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. പ്രത്യേകിച്ചും അൺസീസണൽ ആയിട്ടുള്ള ഫാക്ടറീസ്, അതായത് സീസണലായിട്ട് മാത്രം ഫാക്ടറി ആക്ടിവിറ്റീസ് ഉള്ള ചില കൺസേൺസ് ഉണ്ട് അല്ലേ. ഇപ്പം മിക്കവാറും ഈ പറയുന്ന കാഷ്യൂനെറ്റിൻ്റെ, പാഡി റൈസിൻ്റെ, അതൊക്കെ സീസണൽ ആയിട്ടുള്ള ഫാക്ടറീസാണ്. അപ്പം അങ്ങനെ സീസണൽ ആയിട്ടുള്ള ഫാക്ടറീസ് അല്ലാതെ നോൺ സീസണൽ ഫാക്ടറീസ്, അതിൽ 10 അതിൽ കൂടുതലായിട്ട് എംപ്ലോയീസ് ഉള്ള ഏതൊരു കൺസേണിലും ഉള്ള എംപ്ലോയീസിന് ESI അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഈ ഒരു ESI നമ്മൾ ഷോപ്സിലും ഹോട്ടൽസിലും റെസ്റ്റോറൻറ്റ്സിലും സിനിമ ഹൗസ്, തിയേറ്റേഴ്സ്, റോഡ് മോട്ടോർ ട്രാൻസ്പോർട്ട്, ന്യൂസ് പേപ്പർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഇവിടെ എല്ലാം 10-ൽ കൂടുതൽ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവിടേക്കും ESI കൊടുക്കാം എന്നുള്ള ഒരു ഇതാണ് ഈ ആക്ട് പറയുന്നത്, ഒരു റെഗുലേഷനാണ് ഈ ആക്ട് പറയുന്നത്. അപ്പം ഈ ഒരു സ്കീം അനുസരിച്ച് നമുക്കിപ്പോൾ പ്രൈവറ്റ് മെഡിക്കൽസിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ESI കൊടുക്കും, എംപ്ലോയ്മെൻറ്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ്. അതുപോലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വർക്ക് ചെയ്യുന്ന ടീച്ചിങ് സ്റ്റാഫ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്സ്, അവർക്കും അവിടെയും 10-ൽ കൂടുതലായിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവർക്കും ESI കൊടുക്കാം. അത് ആ സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ യൂണിയൻ ടെറിട്ടറീസിനുള്ളിലായിരിക്കണം. പിന്നെ നമ്മുടെ ഈ പറയുന്ന മഹാരാഷ്ട്ര, ചണ്ഡീഗഡിൽ മാത്രം ESIയുടെ കവറേജ് എന്ന് പറയുന്നത് 20-ൽ കൂടുതൽ എംപ്ലോയീസ് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ പറയുന്ന ഈ എംപ്ലോയീസിന് അവരുടെ വേജ് ലിമിറ്റ് എന്ന് പറയുന്നത് 21,000-ൽ കൂടാനായിട്ട് പാടില്ല. 21,000-ൽ കൂടുതലായിട്ടുള്ള വേജ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ESI ഉണ്ടാവില്ല. അതിന് താഴെയുള്ള വേജിലുള്ളവർക്ക് മാത്രമാണ് ESI വരുന്നത്. ഇത് റിന്യൂ ചെയ്തത് 2017-ലാണ്. അതിന് മുമ്പ് വരെ നമുക്ക് ESIയുടെ ഈ വേജ് ലിമിറ്റ് എന്ന് പറയുന്നത് 15,000 ആയിരുന്നു. ഇനി നമ്മളുടെ ESIയുടെ കളക്ഷൻ ഓഫ് കോൺട്രിബ്യൂഷൻ, അതായത് ഈ പറയുന്ന എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസിന് എംപ്ലോയറുടെയും എംപ്ലോയിയുടെയും രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ കോൺട്രിബ്യൂഷൻസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയറുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ പേ ചെയ്യണം, അതേപോലെ തന്നെ എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ പേ ചെയ്യണം. അപ്പോൾ ഈ എംപ്ലോയർ എന്ത് ചെയ്യും, എംപ്ലോയിയുടെയും കോൺട്രിബ്യൂഷൻ ആളുടെ വേജിൽ നിന്നും ഡിഡക്റ്റ് ചെയ്തിട്ട് രണ്ട് കോൺട്രിബ്യൂഷൻസും കൂടി ചേർന്ന് എന്ത് ചെയ്യുന്നു, വിത്തിൻ 15 ഡേയ്സ്, ഓരോ കലണ്ടർ മന്തിൻ്റെ 15 ഡേയ്സ് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു, അത് ഡ്യൂ ഇല്ലാതെ പേ ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ ഈ ESI കോർപ്പറേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചസിനെ ഇതിൻ്റെ കളക്ഷന് വേണ്ടിയിട്ട് ഓതറൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെ ഈ പറയുന്ന എംപ്ലോയർക്ക് എന്ത് ചെയ്യാം, അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ESIയുടെ ആ ഒരു കോൺട്രിബ്യൂഷൻസ് ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചസിൽ പേ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത്, അതിനുള്ള കോൺട്രിബ്യൂഷൻ പീരീഡ് ഉണ്ട്, അതുപോലെ ആ പീരീഡ് അനുസരിച്ചുള്ള ബെനിഫിറ്റ് പീരീഡ്സ് ഉണ്ട്. സോ 2 കോൺട്രിബ്യൂഷൻ പീരീഡ്സ് ആണ് 6 മന്ത് ഡ്യൂറേഷനിൽ വരുന്നത്. അതുപോലെ തന്നെ 2 ബെനിഫിറ്റ് പീരീഡ്സും 6 മന്ത് ഡ്യൂറേഷനിൽ വരുന്നുണ്ട്. ഇപ്പോൾ കോൺട്രിബ്യൂഷൻ പീരീഡ് ഇപ്പം 1 ഏപ്രിൽ തൊട്ട് 30th സെപ്റ്റംബർ വരെയുള്ള ഒരു കോൺട്രിബ്യൂഷൻ പീരീഡ്. ആ പീരീഡിൽ വരുന്ന കോൺട്രിബ്യൂഷന് ഫോളോയിങ് ഇയറിലെ ജനുവരി തൊട്ട് ജൂൺ 30th വരെയാണ് അതിൻ്റെ ബെനിഫിറ്റ് പീരീഡ് വരുന്നത്. അതുപോലെ 1 ഒക്ടോബർ ടു 31 മാർച്ച് വരെയുള്ള കോൺട്രിബ്യൂഷൻ പീരീഡിന് ഫോളോയിങ് ഇയറിലെ ജൂലൈ 1 തൊട്ട് 31 ഡിസംബർ വരെയാണ് അതിൻ്റെ കോൺട്രിബ്യൂഷൻ ബെനിഫിറ്റ് പീരീഡ് വരുന്നത്. ഇപ്പോൾ ഈ ഒരു ESI ആക്ട് ശരിക്കും 6 തരത്തിലുള്ള സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ആദ്യം വരുന്നത് മെഡിക്കൽ ബെനിഫിറ്റ്സ് ആണ്. ഇപ്പോൾ നമുക്ക് തൃശ്ശൂർ നമ്മുടെ ഒളരിയിൽ ESI ഹോസ്പിറ്റൽ ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെയൊക്കെ ഇത്തരത്തിൽ ESI ഉള്ളവർക്ക് അവിടെ പോയിട്ട് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാം. വേരിയബിൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് അവിടെ ഉണ്ട്. അതുപോലെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ പല സ്ഥലങ്ങളിൽ ESIയുടെ ഡിസ്പെൻസറീസ് ഉണ്ട്. അപ്പം ഡിസ്പെൻസറീസിൽ ജനറൽ മെഡിസിൻസിന് വേണ്ടിയിട്ടും
പിന്നീട് സ്പെസിഫിക് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കാണണമെങ്കിൽ ഡിസ്പെൻസറിയുടെ റെഫറൻസോട് കൂടിയിട്ട് അവർക്ക് ESI ഹോസ്പിറ്റലിൽ വന്ന് കൺസൾട്ട് ചെയ്യാം. അപ്പോൾ ഈ മെഡിക്കൽ ബെനിഫിറ്റ്സിൽ ഫുൾ മെഡിക്കൽ കെയർ ആണ് ഇൻഷുർഡ് പേഴ്സണും ആളുടെ ഫാമിലി മെമ്പേഴ്സിനും പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ വൺസ് ഈ പറയുന്ന ജോലിയിൽ ഇൻഷുറബിൾ ജോലിയിൽ കയറി തുടങ്ങുമ്പോൾ തൊട്ട് ആൾക്കിത് കിട്ടും. അവിടെ ഈ പറയുന്ന മെഡിക്കൽ എക്സ്പെൻഡിച്ചറിൻ്റെ സീലിംഗ് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അത് ഏത് ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിലും ആ ഇൻഷുർഡ് പേഴ്സണും അതുപോലെ ഫാമിലി മെമ്പേഴ്സിനും കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ മെഡിക്കൽ കെയർ ഈവൻ റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും അവൈലബിൾ ആണ്. ഇപ്പോൾ പെർമനൻ്റ്ലി ഡിസേബിൾ ആയിട്ടുള്ള ഇൻഷുർഡ് പേഴ്സൺസിനും അത് അവരുടെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഹസ്ബൻഡ് വൈഫിനും അവൈലബിൾ ആണ്. അങ്ങനെയുള്ളവർക്ക് ഒരു ടോക്കൺ ആനുവൽ പ്രീമിയം പേയ്മെൻറ്റ് ഫോർ ₹120 പേ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ രീതിയിൽ ആ ബെനിഫിറ്റ്സ് തുടർന്ന് കിട്ടിക്കൊണ്ടേയിരിക്കും. പിന്നെ സിക്നെസ് ബെനിഫിറ്റ്, സപ്പോസ് ഇപ്പം ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു അസുഖമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വന്ന് കുറച്ചു കാലം ജോലിക്ക് പോവാതെ വന്നാൽ ESI എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് സിക്നെസ് ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം 91 ദിവസം വരെ, ഒരു വർഷത്തിൽ മാക്സിമം 91 ദിവസം വരെയുള്ള സമയത്തേക്കാണ് ഈ സിക്നെസ് ബെനിഫിറ്റ് കിട്ടുന്നത്. അവരുടെ വേജിൻ്റെ 70% അതിന് അവർക്ക് ആ ഒരു സിക്നെസ് ലീവിന് അവർക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ. അപ്പം ഇങ്ങനെ 91 ദിവസം വരെ, ഒരു വർഷത്തിൽ 91 ദിവസം ഈ 70% അവരുടെ പേയ്മെൻറ്റിൻ്റെ ഇത് സിക്നെസ് ബെനിഫിറ്റായിട്ട് കിട്ടണമെങ്കിൽ അവർ 1 ഇയർ 6 മന്തിനുള്ളിൽ, 1 ഇയർ അല്ല 6 മന്തിനുള്ളിൽ 78 ഡേയ്സ് എങ്കിലും എന്ത് ചെയ്യണം, കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കണം. ഈ പറയുന്ന ESIയുടെ എംപ്ലോയർ കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പം 6 മന്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ 30 × 6 അല്ലേ, അപ്പം 30 × 6 ആകുമ്പോൾ നമുക്ക് 180 ഡേയ്സ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ 180 ഡേയ്സിൽ 78 ദിവസം എങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടാവണം, അയാൾ കോൺട്രിബ്യൂഷൻ 78 ദിവസത്തിനെങ്കിലും കോൺട്രിബ്യൂഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഈ പറയുന്ന 91 ദിവസത്തേക്കുള്ള 70% വേജ് സിക്നെസ് ബെനിഫിറ്റായിട്ട് കിട്ടും. ഇനി എക്സ്റ്റൻഡഡ് സിക്നെസ് ബെനിഫിറ്റ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷം വരെ കിട്ടും. എന്തെങ്കിലും 34 തരത്തിലുള്ള മാരകമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അതുപോലെ ലോങ് ടേം ഡിസീസസ് അങ്ങനെയൊക്കെ വന്നാലാണ് 2 വർഷം വരെയുള്ള രീതിയിൽ എക്സ്റ്റൻഡഡ് സിക്നെസ് ബെനിഫിറ്റ് കിട്ടുന്നത്. അത് 80%, ആളുടെ വേജസിൻ്റെ 80% വെച്ചിട്ടാണ് അത് കിട്ടുക. ഇനി നെക്സ്റ്റ് വരുന്നത് എൻഹാൻസ്ഡ് സിക്നെസ് ബെനിഫിറ്റ് ആണ്. ഇതിൽ നമ്മൾ ഫുൾ വേജസ് ആണ് പേയബിൾ ആയിട്ട് കൊടുക്കുന്നത് ഒരു ഇൻഷുർഡ് പേഴ്സണ്. അതായത് ഇപ്പം ജെൻസ് ആണെങ്കിൽ 7 ഡേയ്സ്, ലേഡീസ് ആണെങ്കിൽ 40 ഡേയ്സ്. ഇപ്പം അവർ എന്തെങ്കിലും സ്റ്റെറിലൈസേഷൻ, അതായത് വന്ധീകരണം പോലെയുള്ള ചികിത്സയിൽ വിധേയമാവുകയാണെങ്കിൽ ജെൻസിന് 7 ഡേയ്സിൻ്റെ ഫുൾ വേജ് പേയ്മെൻറ്റും ലേഡീസിനാണെങ്കിൽ 14 ഡേയ്സ് ഫുൾ വേജ് പേയ്മെൻറ്റും ആയിട്ട് കൊടുക്കുന്നു. അതാണ് എൻഹാൻസ് സിക്നെസ് ബെനിഫിറ്റ്. പിന്നെ മെറ്റേണിറ്റി ബെനിഫിറ്റ് ഈ പറഞ്ഞ പ്രഗ്നൻസി ടൈമിൽ 26 വീക്സിനാണ് പേയബിളായിട്ട് കൊടുക്കുന്നത്. അത് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ എക്സ്റ്റെൻഡബിൾ ആണ്, 1 മാസം കൂടി എക്സ്റ്റെൻഡബിൾ ആണ്. അത് മെഡിക്കൽ അഡ്വൈസ് അനുസരിച്ചിട്ടാണ്. അത് ഫുൾ വേജ് ആണ് കൊടുക്കുന്നത്, സബ്ജക്റ്റ് ടു കോൺട്രിബ്യൂഷൻ ഓഫ് 70 ഡേയ്സ്. 2 കോൺട്രിബ്യൂഷൻ പീരീഡിൽ കൂടി ചേർത്ത് 70 ദിവസം കോൺട്രിബ്യൂഷൻ നടത്തിയിട്ട് 70 ദിവസത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് 26 വീക്കിൻ്റെ ഇത് മറ്റേ പേയ്മെൻറ്റ്, ഫുൾ പേയ്മെൻറ്റും 1 മന്ത് എക്സ്റ്റൻഷനും അതിൽ സാധ്യമാണ്. പിന്നെ ഡിസേബിൾ ബെനിഫിറ്റിൽ 2 രീതിയിലാണ്. ടെമ്പററി ഡിസേബിൾമെൻറ്റ് ബെനിഫിറ്റും പെർമനൻറ്റ് ഡിസേബിൾമെൻറ്റ് ബെനിഫിറ്റും ഉണ്ട്. അതിൽ ടെമ്പററി ഡിസേബിൾമെൻറ്റ് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഷുറബിൾ എംപ്ലോയ്മെൻറ്റിൽ എൻട്രി ചെയ്ത ആ ഒരു ദിവസം തൊട്ട് നമ്മൾ ഈ പറയുന്ന കോൺട്രിബ്യൂഷൻ പേ ചെയ്താലും ഇല്ലെങ്കിലും, ഓക്കെ, ആ എംപ്ലോയ്മെൻറ്റ് ടൈമിൽ ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇഞ്ചുറി കൊണ്ട് എന്തെങ്കിലും ടെമ്പററി ഡിസേബിൾമെൻ്റ് ആണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 90% വേജ് റേറ്റ് അവർക്ക് പേയബിൾ ആണ്. അവരുടെ ആ ഡിസബിലിറ്റി കണ്ടിന്യൂ ചെയ്യുന്നത്, അത് എത്ര കാലം കണ്ടിന്യൂ ചെയ്യുന്നോ അതുവരെ അവർക്കത് പേയബിൾ ആണ്. ഓക്കെ. ഇനി പെർമനൻറ്റ് ഡിസേബിൾമെൻറ്റ് ബെനിഫിറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 90% റേറ്റ് ഓഫ് വേജ് ആണ് ഓരോ മന്ത്ലി പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. അത് ഈ പറയുന്ന അവരുടെ ഏർണിംഗ് കപ്പാസിറ്റിയുടെ ലോസ് എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുന്നുണ്ട് അതനുസരിച്ചിട്ടാണ്. അതിന് നമ്മുടെ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കേഷനും വേണ്ടി വരും. അതാണ് പെർമനൻറ്റ് ഡിസേബിൾമെൻറ്റ് ബെനിഫിറ്റ്.
ഇനി ഡിപ്പെൻഡൻസ് ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 90% ഓഫ് ദ വേജ് മന്ത്ലി പേയ്മെൻ്റ് ആയിട്ട് ഇപ്പോൾ ഡിപ്പെൻഡൻസിന് എന്തെങ്കിലും ഡിസീസ്ഡ് ഇഞ്ചുറി അല്ലെങ്കിൽ ഡെത്ത് സംഭവിച്ചിട്ടുണ്ട് എംപ്ലോയ്മെൻറ്റ് ടൈമിൽ, ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ഡിപ്പെൻഡൻസിന് 90% ആ ഇൻഷുർഡ് എംപ്ലോയിയുടെ 90% വേജ് അവർക്ക് മന്ത്ലി പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കേണ്ട കാര്യമാണ് ഡിപ്പെൻഡൻസ് ബെനിഫിറ്റ്. അത് പ്രത്യേകിച്ചും ആ ഡിപ്പെൻഡൻസിന് വേറെ സോഴ്സ് ഓഫ് ഇൻകം ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ. പിന്നെ അതർ ബെനിഫിറ്റ്സിൽ ഫിനറൽ ബെനിഫിറ്റ്സ്, ഇപ്പോൾ ഈ പറയുന്ന എംപ്ലോയി ടൈമിൽ ഇൻഷുർഡ് പേഴ്സൻ്റെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരിച്ച ആളുടെ ഈ പറഞ്ഞ മരണാന്തര ചടങ്ങുകളൊക്കെ നടത്താനായിട്ട് 15,000 റുപ്പീസ് വരെ കൊടുക്കുന്നുണ്ട്. അതാണ് ഫിനറൽ എക്സ്പെൻസ്. പിന്നെ കൺഫൈൻമെൻറ്റ് എക്സ്പെൻസ് വെച്ചാൽ ഇപ്പോൾ ഒരു ലേഡി എംപ്ലോയി, ഇൻഷുർഡ് ആയിട്ടുള്ള ലേഡി എംപ്ലോയി അവർ ഒരു ഇൻപേഷ്യൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയി, അവർ കുറച്ച് കാലം ഇങ്ങനെ കിടപ്പിലാണ്, അല്ലെങ്കിൽ അവർ കിടത്തി ചികിത്സിക്കേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ ആ സമയത്ത് അവിടെ അവർക്ക് ESI സ്കീം ഇല്ലെങ്കിൽ തന്നെയും ഈ പറയുന്ന സ്പെഷ്യലായിട്ടുള്ള കൺഫൈൻമെൻറ്റ് എക്സ്പെൻസസ് ESI കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇത് കൂടാതെ തന്നെ നമുക്ക് പല ബെനിഫിറ്റ്സും വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ESI. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ. എന്താണ് വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഡിസേബിൾമെൻറ്റ് കൊണ്ട് ഒരു വ്യക്തി VRS വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുക്കുകയാണെങ്കിൽ ആ ടൈമിൽ ആ വ്യക്തിക്ക് ഉള്ള വോളണ്ടറി റിട്ടയർമെൻറ്റ് ട്രെയിനിങ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ, അത് എന്തെങ്കിലും ഫിസിക്കൽ ഡിസേബിൾമെൻറ്റ് ഒരു എംപ്ലോയ്മെൻറ്റ് ഇഞ്ചുറിയിൽ വന്നു കഴിഞ്ഞാൽ ആ ഫിസിക്കൽ ഡിസേബിൾമെൻറ്റിന് വേണ്ടിയിട്ടുള്ള റീഹാബിലിറ്റേഷൻ. അപ്പോൾ അതിന് അവർക്കിപ്പോൾ തുടർന്ന് ഈ അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലി ചെയ്യാൻ പറ്റാതെ വരുന്നു. അപ്പോൾ അവരെ എങ്ങനെ വേറെ രീതിയിൽ അധിവസിപ്പിക്കാം, അവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി ചെറിയ തോതിൽ അവരെ ചെയ്യിപ്പിച്ച് അവരുടെ ലൈവ്ലിഹുഡ് കുറച്ചുകൂടി മെച്ചപ്പെടുത്താം എന്നുള്ളത് നോക്കുന്നതാണ്. പിന്നെ ഓൾഡ് ഏജ് മെഡിക്കൽ കെയർ, അതായത് ഇപ്പം ഇൻഷുർഡ് ആയിട്ടുള്ള പേഴ്സൺ റിട്ടയർഡ് ആയിക്കഴിഞ്ഞാൽ അവരുടെ ഒരു ഈ പറഞ്ഞ പോലെ VRS എടുത്തു, അല്ലെങ്കിൽ ഏർലി റിട്ടയർമെൻറ്റ് സ്കീമിലൂടെയോ വോളണ്ടറി റിട്ടയർമെൻറ്റ് സ്കീമിലൂടെയോ അവർ അവിടെ നിന്ന് റിട്ടയർഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അവരുടെ ആ ഓൾഡ് ഏജ് മെഡിക്കൽ കെയറിന് വേണ്ടിയിട്ടാണ് അവർക്ക് എന്താണ് പെർ ആനം ഒരു വർഷത്തിൽ ഒരു ടോക്കൺ പ്രീമിയം 120 റുപ്പീസ് അടച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന മെഡിക്കൽ ബെനിഫിറ്റ്സ് കിട്ടും ഓൾഡ് ഏജിൽ. അതാണ് ആ ഒരു സിസ്റ്റം. ഇനി ഈ ESI സ്കീമിൽ വന്നിട്ടുള്ള വേറൊരു സംഭവമാണ് രാജീവ് ഗാന്ധി ശ്രമിക് കല്യാൺ യോജന. ഈ സ്കീമിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 2005 ഇത് നടപ്പിലാക്കിയത്. അതായത് ഒരു അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ്, എന്തെങ്കിലും ഒരു ഇൻഷുർഡ് പേഴ്സൺ ഈ പറയുന്ന 3 വർഷം അയാൾക്ക് ESIയുടെ ബെനിഫിറ്റ്സ് കിട്ടുകയും അതിനുശേഷം അയാൾ ഫാക്ടറി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ക്ലോഷർ കൊണ്ടോ അതിൻ്റെ റിട്രെഞ്ച്മെൻറ്റ്, അതിൽ കുറച്ച് എംപ്ലോയീസിനെ പിരിച്ചു വിടുകയോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് ഇൻവാലിഡിറ്റി ആയിട്ട് അയാൾ അവിടെ നിന്ന് നീക്കപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ അൺഎംപ്ലോയ്മെൻറ്റിന് ഒരു അലവൻസ് കൊടുക്കുന്നതാണ് ഈ ഒരു യോജന. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് അലവൻസ് എന്ന് പറയുന്നത് അയാൾക്ക് കിട്ടിയിരുന്ന വേജിൻ്റെ 50%, അത് മാക്സിമം ഒരു 2 ഇയേഴ്സിന് വരെയാണ് ആ അലവൻസ് കൊടുക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ മെഡിക്കൽ കെയർ, അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള വ്യക്തിക്കും അയാളുടെ ഫാമിലിക്കും മെഡിക്കൽ കെയർ കൊടുക്കുന്നുണ്ടാവും. ഈവൻ ഇപ്പം ഈ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള വ്യക്തി ഇൻപേഷ്യൻ്റ് ആയിട്ട് എവിടെയെങ്കിലും ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോഴും ആ അലവൻസ് ഉണ്ടാവും. പിന്നെ ഈ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള വ്യക്തിക്ക് അയാളുടെ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യാനുള്ള വൊക്കേഷണൽ ട്രെയിനിങ്, അതിനുള്ള എക്സ്പെൻഡിച്ചർ, ഫീസ്, ട്രാവലിംഗ് അലവൻസ്, ഇതെല്ലാം ESI കോർപ്പറേഷൻ വഹിക്കുന്നതാണ് ഈ ഒരു യോജനയിലൂടെ. പിന്നെ ഈ ESI കോർപ്പറേഷനിൽ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പ്രൈവറ്റ് സെക്ടറിൽ റെഗുലർ എംപ്ലോയ്മെൻറ്റ്, ഇത് ഡിസേബിൾ ഉള്ള വ്യക്തികൾക്ക് റെഗുലർ എംപ്ലോയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ എംപ്ലോയേഴ്സിന് ഇൻസെൻറ്റീവ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള വ്യക്തികൾക്ക് അവരുടെ ബെനിഫിറ്റ്സിൻ്റെ ആ ഒരു വേജ് ലിമിറ്റ്, ഇപ്പോൾ നോർമൽ പേഴ്സണ് 21,000 പറഞ്ഞത്, പക്ഷേ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള വ്യക്തികൾക്ക് 25,000 അവരുടെ വേജ് ലിമിറ്റ് പറയുന്നത്. ഇവർക്ക് ഈ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള വ്യക്തികളുടെ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ 3 വർഷത്തേക്ക് സെൻട്രൽ ഗവൺമെൻറ്റാണ് പേ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ESIയുടെ പ്രത്യേകത.